ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈശോ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമ്മളൊക്കെ മനുഷ്യരാണ്. ചിലപ്പോൾ നമുക്ക് കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുന്നില്ല നമ്മുടെ ജീവിതം ചിലപ്പോൾ മുന്നോട്ട് പോവുക. ജീവിതത്തിലെ കുറവുകൾ, പോരായ്മകൾ, തെറ്റുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തോന്നും എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയും. ഇല്ല, അങ്ങനെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിലേക്ക് തിരിയുന്നു അപ്പോഴൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാ നമ്മുടെ ദൈവം. ഈ പ്രഭാതത്തിൽ ആ ഒരു സന്തോഷമാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല, അവിടെ നിന്ന് ചേർത്ത് പിടിക്കും. വചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യം, ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്നാ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നോക്കിക്കേ, ചെറിയവരിൽ ഒരുവൻ പോലും കാണാതെ പോയ ആടിനെ കണ്ടു കിട്ടുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറയുക, ഇതുപോലെ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, നമ്മൾ ചേർത്ത് പിടിക്കുന്നവനാ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ അതിൽ മനസ്സ് മടുക്കാതെ ദൈവത്തിലേക്ക് എപ്പോഴും നോക്കുവാനായിട്ട്, ആ സ്നേഹം അനുഭവിക്കാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഈ വ്യക്തിയുടെ ജീവിത മേഖലയിൽ നിന്റെ നാമത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടാൻ ഇടവറ്റെന്ന് ഈശോയെ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.